വെള്ളിയാഴ്ച രാത്രിയാണ് അതുല്യ സതീഷിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ കാലം മുതൽ അതുല്യക്ക് പ്രശ്നങ്ങളായിരുന്നു. ഒരിക്കൽ പോലും സ്വസ്ഥതയുണ്ടായിരുന്നില്ല. സതീഷ് മദ്യപാനിയായിരുന്നുവെന്ന വിവരം വിവാഹത്തിന് ശേഷമാണ് എല്ലാവരും അറിഞ്ഞത്. ആദ്യമെല്ലാം ചെറിയ രീതിയിലായിരുന്നു മദ്യപാനം. എന്നാൽ പിന്നീടങ്ങോട്ട് മദ്യപാനം രൂക്ഷമായി. പിന്നീടാണ് പീഡനങ്ങളുടെ ആരംഭം. മദ്യപിച്ചുകൊണ്ട് നിരന്തരം അതുല്യയെ ഉപദ്രവിക്കുമായിരുന്നു. ഗാർഹിക പീഡനം രൂക്ഷമായതിനു പിന്നാലെ കോടതി വരെയൊക്കെ കേസ് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് അവർ തന്നെ സംസാരിച്ച് എല്ലാം ശരിയാക്കുകയായിരുന്നു. കുട്ടിയുള്ളതുകൊണ്ട് എല്ലാം ശരിയാകുമെന്ന് അതുല്യയും കരുതിയിരുന്നു. ഇപ്പോഴിതാ അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് ശേഷം ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. സതീഷിൽ നിന്ന് നിരന്തര ഉപദ്രവങ്ങളും കൊടിയ പീഡനങ്ങളുമാണ് അതുല്യ അനുഭവിച്ചത്. സതീഷ് അതുല്യയെ കൊണ്ട് സതീഷിന്റെ മൂത്രം വരെ കുടിപ്പിച്ചെന്നും അടിവസ്ത്രം ഊരി മുഖത്തേക്കെറിഞ്ഞെന്നും സുഹൃത്ത് ആരോപിക്കുന്നു. ഇത്രയും നാൾ ഒരു അടിമയെപ്പോലെയാണ് സതീഷ് അതുല്യയെ കണ്ടത്. അവനവന് ചെയ്യാൻ കഴിയുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും സതീഷ് അതുല്യയെ കൊണ്ട് ചെയ്യുകയുമായിരുന്നു. സതീഷിന്റെ ഷൂവിന്റെ ലേസ് വരെ അതുല്യ കെട്ടിക്കൊടുത്താൽ മാത്രമേ അയാൾ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. കഴിഞ്ഞ തവണ അതുല്യ നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് കർച്ചീഫ് കഴുകിയില്ല എന്നതിന്റെ പേരിൽ സതീഷ് അതുല്യയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. മാത്രവുമല്ല, കർച്ചീഫ് കൊണ്ട് അടുക്കളയും കുളിമുറിയും തുടച്ചതിനു ശേഷം അതുല്യയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞായിരുന്നു ഉപദ്രവം. ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാലും അയാൾ വിട്ടയച്ചിരുന്നില്ല. ആര് ഫോൺ വിളിച്ചാലും സതീഷിന് സംശയമാണ്. വിളിച്ചാലും സ്പീക്കറിലിട്ട് വേണം സംസാരിക്കാൻ. സതീഷ് നാട്ടിലും പ്രശ്നക്കാരനായിരുന്നു. ജോലി സ്ഥലത്തും മദ്യപിച്ച് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതുല്യയോട് മാത്രമല്ല, അതുല്യയുടെ അച്ഛനോടും അമ്മയോടും സതീഷിന്റെ പെരുമാറ്റം ക്രൂരമായിരുന്നു. പലപ്പോഴും സതീഷിന്റെ പെരുമാറ്റം മാനസിക പ്രശ്നം ഉള്ളയാളെ പോലെയായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യ നിരന്തരമായി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പീഡനങ്ങളും അനുഭവിച്ച അതുല്യ ഇന്നേ വരെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നില്ല. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് എന്നാണ് അതുല്യ കൂട്ടുകാരോടെല്ലാം പറഞ്ഞിരുന്നത്. മരണത്തിനു പിന്നിൽ സതീഷിന്റെ പീഡനമാണെന്ന് അതുല്യയുടെ കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന വാട്സപ്പ് ചാറ്റുകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. സതീഷ് ഒരു സൈക്കോയാണെന്നും അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം.